നമുക്കിപ്പോൾ മാറി ഇപ്പോൾ വെഹിക്കിൾ വേരിയന്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 5 to 6 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് വെഹിക്കിൾ ഡെലിവറി ചെയ്യാം. പെട്രോളിന് കമ്പനി പറയുന്ന മൈലേജ് 20 km/ലിറ്റർ ആണ് പറയുന്നത്, പെട്രോൾ മാത്രമാണെന്നുണ്ടെങ്കിൽ. CNG ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും 27 km/ലിറ്റർ ആണ് കമ്പനി പറയുന്നത്. ബേസ് മോഡൽ വരുന്ന വെഹിക്കിൾ തൊട്ടിട്ട് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ്. 6 എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആണ്. വിചാരിച്ച സാധനമല്ല കേട്ടോ, നല്ല പവറാണ്. ഇത് ഓഫേഴ്സ് ഇല്ലാത്ത വിലയാണ്, ഓഫേഴ്സിൻ്റെ മേലിലാണ് വരുന്നത്. ഓക്കെ, ഇതിൽ കുറച്ചിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്തായാലും. അങ്ങനെ മഴക്കാലം തുടങ്ങിയില്ലേ, മഴക്കാലം തുടങ്ങി കഴിഞ്ഞു. നല്ല മഴ പെയ്തുകൊണ്ടൊക്കെയായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കാറിൻ്റെ ഓഫേഴ്സുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഷോറൂം ഹ്യുണ്ടായുടെ ഷോറൂമാണ്, പോപ്പുലർ ഹ്യുണ്ടായി കൊച്ചിയിലുള്ള ഷോറൂമാണ്. കൊച്ചി വൈറ്റിലയിലാണ് ലൊക്കേഷൻ വരുന്നത്, പോപ്പുലർ ഹ്യുണ്ടായി ഷോറൂമിൽ. ഇവിടെ മൺസൂൺ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. കുറച്ച് മോഡൽസിന് ഒരു സ്പെഷ്യൽ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. അത് ഏറ്റവും നമ്മൾ എക്സ്ക്ലൂസീവായി കാണിക്കാൻ പോകുന്നത് ഹ്യുണ്ടായുടെ എക്സ്ട്രാ ആണ്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് അതിനെപ്പറ്റി എൻക്വയറി ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലി എൻക്വയറി ചെയ്തിട്ട് വണ്ടി എങ്ങനെ എടുത്ത്, പക്ഷേ ഞാൻ ഇത് ഓടിച്ചൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്കും അറിയില്ല കറക്റ്റ് പറഞ്ഞു കൊടുക്കുക എങ്ങനെ എടുത്ത്. അപ്പോൾ ആ ഒരു വാഹനത്തെ പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. വന്നിരിക്കുന്ന ഷോറൂം വീണ്ടും പറയുകയാണ്, പോപ്പുലർ ഹ്യുണ്ടായി കൊച്ചി ഷോറൂമാണ്. കൊച്ചി വൈറ്റിലയിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വിട്ടുപോകരുത്. അപ്പോൾ ഇന്നത്തെ ഒരു ന്യൂ കാർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത വാഹനങ്ങളുണ്ട്. അതിൽ തന്നെ നമുക്കിപ്പോൾ i20 അതേപോലെ തന്നെ നിയോസ് ഇതൊക്കെ ഓഫേഴ്സിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്സ്ട്രാ ആണ്. ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ ഒരു കോമ്പാക്ട് SUV വാഹനം. അത് നമുക്ക് ചോദിച്ചറിയാൻ ഫൈസൽ കൂടെയുണ്ട്. സ്വാഗതം. സുഖമല്ലേ? ഓക്കെ, എന്താണ് നിങ്ങളുടെ ഒരു മൺസൂൺ സ്പെഷ്യൽ ധമാക്ക സെയിൽ എന്ന് പറയുന്നത്? നമുക്ക് മൺസൂൺ സെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു എക്സ്റ്ററിലാണ് മെയിനായിട്ട് പ്രൊമോഷൻ റൺ ചെയ്യുന്നത്. ആക്ച്വലി എക്സ്റ്ററിൽ നമുക്കൊരു സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെഹിക്കിൾ നമുക്ക് റെഡിലി അവൈലബിൾ ആണ്, കളർ വേരിയന്റ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം നമ്മളിപ്പം 9 to 9 വർക്കിംഗ് ആണ് ഈ മൺസൂൺ ഓഫറിന്റെ ഭാഗമായിട്ട്. ഞാൻ ചോദിച്ചോട്ടെ, എക്സ്റ്ററിന് മുന്നേ എത്രത്തോളം ഡിലേ വന്നിരുന്നു ബുക്കിംഗ്? നേരത്തെ ഒരു 4 months ഒക്കെ ആയിരുന്നു വെയിറ്റിംഗ് പീരീഡ് വന്നുകൊണ്ടിരുന്നത്. വെയിറ്റിംഗ് പീരീഡ് അല്ല? ഓക്കെ, 4 months വന്നിട്ടുണ്ട്. 4 months വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഇന്ന കളർ അങ്ങനെ ഒന്നുമില്ല, ഏത് മോഡലിനും 4 months വന്നിട്ടുണ്ട്. എക്സ്റ്ററിന്റെ ഏത് ടൈപ്പിനും 4 months വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. ഓക്കെ, അതിപ്പോൾ മാറിയെന്നാ പറയുന്നത്? നമുക്കിപ്പോൾ മാറി. ഇപ്പോൾ ഏത് വെഹിക്കിൾ വേരിയന്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 5 to 6 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് വെഹിക്കിൾ ഡെലിവറി ചെയ്യാം. ഡെലിവറി കൊടുക്കാം. ഓക്കെ, 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. ലോൺ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് 100% കിട്ടും. അതെ. ഓക്കെ, വെറും സിബിൽ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം? സിബിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, കസ്റ്റമർ ടു കസ്റ്റമർ സിബിൽ സ്കോർ ബേസ് ചെയ്തിട്ടായിരിക്കും ഫണ്ടിങ് വരുന്നത്. ഓക്കെ. അപ്പോൾ എക്സ്റ്ററിന്റെ ഈ ഒരു മോഡലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇതാണല്ലേ എക്സ്റ്ററിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പോകുന്ന ടോപ്പ് മോഡലാണ്. SX ഓപ്ഷൻ കണക്ട് എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഈ കളർ റേഞ്ചർ കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. ഓക്കെ, ഇത് ഡ്യുവൽ ടോൺ ഷെയ്ഡാണ്. അതായത് എക്സ്റ്ററിൽ എല്ലാ പരസ്യത്തിലും എല്ലാ ഒരു മോഡലിൽ ഒരു ഹൈലൈറ്റ് കളർ ഉണ്ടാവും. അതിന്റെ ഹൈലൈറ്റ് ഇതാണ്, റേഞ്ചർ കാക്കിയാണ് എക്സ്റ്ററിന്റെ. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എക്സ്റ്ററിന്റെ മൂവിക്ക് എങ്ങനെയുണ്ട്? നല്ല മൂവിംഗ് ആണ് എക്സ്റ്റർ. എക്സ്റ്റർ ആക്ച്വലി വരുമ്പോൾ ഒരു മൈക്രോ SUV കാറ്റഗറി വരുന്ന വെഹിക്കിളാണ്. അതെ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൽ വരുമ്പോഴത്തേക്കും നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്മാർട്ട് ഓട്ടോ AMT എന്ന് പറഞ്ഞ ട്രാൻസ്മിഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് നമുക്കൊരു CNG ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. പെട്രോൾ മാനുവൽ അതൊരു ബൈഫ്യൂൽ ടെക്നോളജിയാണ്. അത് രണ്ടും യൂസ് ചെയ്യാം, പെട്രോളും CNG യൂസ് ചെയ്യാം. ഏത് തീർന്നാലും മറ്റേലിട്ട് ഓടിക്കാൻ പറ്റും. അതെ അല്ല? ഓക്കെ. ഇപ്പോഴത്തെ ഏറ്റവും കൺസേൺ ആയിട്ടുള്ള സാധനം മൈലേജ് തന്നെയാണ്. അപ്പോൾ ഇതിൽ CNG വരുന്നുണ്ടെന്ന് പറഞ്ഞു, പെട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏകദേശം ഇതിന്റെ മൈലേജ് എത്ര കമ്പനി പറയുന്നത്? എത്രയാണ് ഏകദേശം എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? പെട്രോളിന് കമ്പനി പറയുന്ന മൈലേജ് 20 km/ലിറ്റർ ആണ് പറയുന്നത്, പെട്രോൾ മാത്രമാണെന്നുണ്ടെങ്കിൽ. CNG ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും 27 km/ലിറ്റർ ആണ് കമ്പനി പറയുന്നത്. 27 പോയി അല്ലേ? ഓക്കെ, CNG ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയാണ് കമ്പനി പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു 17 കിട്ടുമായിരിക്കും അല്ലേ? 20 പറയുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കിൽ കിട്ടുന്നുണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക്. ഓക്കെ, ഇതിൽ എത്ര ഓപ്ഷൻസ് വരുന്നുണ്ട്? ഇതിലിപ്പോൾ
ഇതിലിപ്പോൾ നമുക്ക് ടോട്ടൽ 6 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ EX ഓപ്ഷൻ, എസ് ഓപ്ഷൻ, SX ഓപ്ഷൻ, SX ഓപ്ഷൻ, കണക്ട് എന്നുള്ള വേരിയന്റ് ആണ് ഈ കിടക്കുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത്. ഓക്കെ, ഏറ്റവും ബേസിലേക്ക് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? EX-ലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബേസ് മോഡലിലേക്ക് നമുക്ക് 6 എയർ ബാഗ്സ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ. നമുക്ക് ബേസ് മോഡൽ വരുന്ന വെഹിക്കിൾ തൊട്ടിട്ട് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ്. 6 എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആണ്, അത് നിർബന്ധമാണ്. അപ്പോൾ ഏറ്റവും ബേസ് മോഡലിലാണ് അത് കിട്ടുന്നത്. ബാക്കിയുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2 എയർ ബാഗ് പോലും ഉണ്ടാവില്ല. 2 എയർ ബാഗ് ഇപ്പം മാൻഡേറ്ററി ആണ്, അതുകൊണ്ടുണ്ട്. 6 എയർ ബാഗ്സ് നമ്മൾക്ക് മാത്രമാണ് ഇപ്പം കറന്റ്ലി വരുന്നത്, ഒരു പ്രൈസിംഗിൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഓക്കെ, ബാക്കി പവർ വിൻഡോ കാര്യങ്ങൾ അങ്ങനത്തെ ബേസിൽ ഉണ്ടാവും. 2 ഡോർ പവർ വിൻഡോ ആയിരിക്കും ബേസ് മോഡലിൽ. ഫ്രണ്ട് 2 2 ഡോർ പവർ വിൻഡോ ആയിരിക്കും വരുന്നത്. അതിന്റെ മുകളിലത്തെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അടുത്ത നെക്സ്റ്റ് എസ്സിലോട്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് 4 ഡോർ പവർ വിൻഡോസ് എല്ലാം വരുന്നത്. എസ്സിലോട്ട് പോകുമ്പോൾ മ്യൂസിക് സിസ്റ്റം, ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിരിക്കും വരുന്നത്. അതൊക്കെ അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് വേരിയന്റിലോട്ട് പോകുമ്പോഴാണ്. ബാക്കി സേഫ്റ്റിന്റെ ABS അങ്ങനത്തെ EBD ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്, എല്ലാത്തിനും വരുന്നുണ്ട്. ഓക്കെ, എസിന്റെ മുകളിലേക്ക് വരുമ്പോൾ എന്താ ടോപ്പിലേക്ക് വരുമ്പോൾ എന്താണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്? ഏറ്റവും ടോപ്പ് മോഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് SX ഓപ്ഷൻ കണക്റ്റിൽ ഇൻബിൽറ്റ് ആയിട്ട് വെഹിക്കിളിനകത്ത് ഒരു ഡാഷ് റെക്കോർഡിംഗ് ക്യാമറ വരുന്നുണ്ട്. അതായത് നമുക്ക് ഡാഷ് ക്യാമറ പുറത്തെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനും അകത്തെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനായിട്ട് ഡ്യുവൽ ഡാഷ് ക്യാമറ വരുന്നുണ്ട്. അതെ. പിന്നെ ഇതിന്റെ കണക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബ്ലൂലിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട് ഹ്യുണ്ടായുടെ. ബ്ലൂലിംഗ് എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായുടെ കണക്റ്റഡ് കാർ ടെക്നോളജിയാണ്. നമുക്ക് അത് SXO കണക്ട് എന്നുള്ള വേരിയന്റിലാണ് വരുന്നത്. നമുക്ക് വെഹിക്കിൾ ഇൻ കേസ് ഇപ്പോൾ ഒരു ഡ്രൈവർ ഡേയിൽ നമ്മളൊരു കൊടുത്തു വിടുവാണ്, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ആക്സസ് ചെയ്യാം, ട്രാക്ക് ചെയ്യാം. അത് ഏത് വണ്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഹ്യുണ്ടായി വെന്യൂല സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത് i20 i20 ന്യൂ മോഡൽ വന്നതിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ന്യൂ മോഡലുണ്ട്. ഇപ്പോഴത്തെ അല്ല, എലൈറ്റ് മാറിയ ന്യൂ ഷേപ്പ് ഇറങ്ങിയില്ലേ, അതിലുണ്ടായിരുന്നു. ടോപ്പ് മോഡലുണ്ടായിരുന്നു. ടോപ്പ് മോഡൽ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അതിനുശേഷമല്ലേ വെന്യൂ വന്നു. ഓക്കെ, അപ്പോൾ അതിൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതാണ് മെയിനായിട്ട്. പിന്നെ സൺറൂഫ് അല്ല, പിന്നെ നമുക്ക് SX എന്നൊരു മിഡിൽ ഓപ്ഷൻ തൊട്ടിട്ട് തന്നെ സൺറൂഫ് വരുന്നുണ്ട്. SX തൊട്ട് സൺറൂഫ് സൺറൂഫ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ഡ്യുവൽ ക്യാമി ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു എന്താ പറയുക, മിനി SUV എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഫീച്ചേഴ്സ് ഉണ്ടോ വണ്ടിക്ക്? മൈക്രോ SUV അതെ, നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്നുണ്ടെങ്കിലും 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. നമുക്ക് സീറ്റിംഗ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും ഹൈറ്റിലാണ്, നമുക്ക് SUV ഇരിക്കുന്നതായിട്ടൊരു ഫീൽ കിട്ടുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, അലോയ്സ് എത്രയാണ് വരുന്നത്? അലോയ്സ് വരുമ്പോഴത്തേക്കും 15 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. അത് SX ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ഓൺവേർഡ്സ് ആണ് അലോയ് വീൽസ് വരുന്നത്. SX ഓപ്ഷൻ മുതൽ അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇത് കണക്ട് എന്നുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. എല്ലാ ബേസ് വേരിയന്റിലടക്കം 6 എയർ ബാഗ്, UVD, ABS എല്ലാം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. എന്തായാലും പുറത്ത് കൊണ്ടിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു അകത്ത് വെച്ചിരിക്കുന്ന വെഹിക്കിളാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് കയറി ഇരുന്ന സീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് റേഞ്ച്, അതേപോലെ തന്നെ ടോപ്പിൻ്റെ എങ്ങനെയാണ് പ്രൈസ് ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇതിന്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 7.8 ഓൺവേർഡ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡിലോട്ട് പോകുമ്പോഴത്തേക്കും 11.9 ആണ് നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റ് റേറ്റിംഗ് വരുന്നത്. 11.9 SX 7.5 to 11.9. അതെ അല്ലേ? 7.5 ലക്ഷം മുതൽ 11,90,000 വരെ ഓൺ റോഡ് പ്രൈസ് ആണ്. ഷോറൂം പ്രൈസ് അല്ല, ഓൺ റോഡ് ആണ്. എല്ലാ ടാക്സും കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് പറഞ്ഞത്. അതിൽ തന്നെ ഓട്ടോമാറ്റിക്കിനാണ് ആ ഒരു റേഞ്ച് വരുന്നത്. ഓട്ടോമാറ്റിക്കാണ് ഏറ്റവും ടോപ്പിൻ്റെ വരുന്നത് അല്ല? മാനുവലി ഇതാണല്ലേ ഏറ്റവും ടോപ്പിൻ്റെ കണക്ട്? ഓട്ടോമാറ്റിക്കൽ കണക്ട് തന്നെയാണ് അതിന്റെ പേര്, ടോപ്പിന്റെ പേര് കണക്ട് തന്നെയാണ് അല്ല? ഓക്കെ, AMT ഗിയർ ബോക്സ്, സ്മാർട്ട് ഓട്ടോ AMT എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് ആണ്. എന്താണ് അത് ഇത് വരുന്നത് സ്മാർട്ട് ഓട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നോർമൽ AMT ഗിയർ ബോക്സിനെ കാട്ടിലും കുറച്ചും കൂടെ റിഫൈൻഡ് ആയിരിക്കും. അതോടൊപ്പം നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ മാനുവലി ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പാഡിൽ ഷിഫ്റ്റർ ഓപ്ഷൻസ് വരുന്നുണ്ട്. AMTയിൽ ഓൾറെഡി ആ ലിവറിന്റെ മുകളിൽ തന്നെ പ്ലസ് മൈനസ് ഉണ്ടായിരുന്നു ആദ്യം. ടെക്ട്രോണിക് ഉണ്ട്, അതുകൂടാതെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട്. അല്ല? ഓക്കെ, സ്റ്റിയറിംഗ് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അത്. അപ്പോൾ 11,90,000 ഏറ്റവും ടോപ്പിൻ്റെ. ഏറ്റവും ബേസ് 7.5 ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മിനി കോമ്പാക്ട് SUV നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, CNGയിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് മാനുവലും ഉണ്ടോ, അതോ മാനുവൽ മാത്രമേ ഉള്ളൂ അല്ലേ CNGയിൽ? ഓക്കെ, അതിന്റെ ടോപ്പ് എത്ര വരുന്നുണ്ട് CNGക്ക്? ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് ഒരു 10.6 വരുന്നുണ്ട്. 10,60,000 രൂപ CNG ടോപ്പ് എൻഡ് വാഹനം. മാനുവൽ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് SX വരെയാണ് CNG ടോപ്പ് എൻഡ് വരുന്നത്. SX വരെ അല്ലേ? ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത്. ഓക്കെ, അതിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ? ഡ്യുവൽ ഡാഷ് ക്യാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാഷ് ക്യാം വരില്ല, നോർമൽ SXൽ വരുന്ന വേരിയന്റിന്റെ അത്രയും ഫീച്ചേഴ്സ്, സൺറൂഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് വരും. ശരിക്കും ബ്ലൂലിംഗ് നമുക്ക് മൊബൈലിൽ ഇത് നിങ്ങളുടെ കണക്ട് ചെയ്തിട്ട് വണ്ടി എത്ര ദൂരം സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്യാന്നൊക്കെ അത് ഒരു സിസ്റ്റം ഉണ്ടോ? സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നില്ല, നമുക്ക് ട്രാക്കിംഗ് ആണ് വരുന്നത് എക്സ്റ്ററിന്റെ അകത്ത്.
എക്സ്റ്ററിൽ വരുമ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ ഇല്ല, ട്രാക്കിംഗ് മാത്രമാണ് അതിന്റെ അകത്ത് മെയിൻ. ട്രാക്കിംഗ് മാത്രമേ ചെയ്യാൻ പറ്റൂല. ഓക്കെ. അത് i20 ഒക്കെ വരുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വണ്ടി. മൊബൈൽ വെച്ച് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ വെച്ച് തന്നെ എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ആ ഒരു ഓപ്ഷൻ വരുന്നില്ല, പക്ഷേ ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ല. ഓക്കെ. എന്തായാലും മാനുവൽ വരുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, 5+ റിവേഴ്സ്. ഓക്കെ. CNG-ലും എല്ലാം സെയിം തന്നെയാണ്, ഗിയറും കാര്യങ്ങളൊക്കെ സെയിം ആണ് വരുന്നത്. ഓക്കെ. ശരിക്കും ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞോ? ഗ്ലോബൽ എൻഗ്യാപ്പ് ടെസ്റ്റിംഗ് കഴിഞ്ഞോ ഇതിൻ്റെ വാഹനത്തിൽ? കഴിഞ്ഞിട്ടില്ല. ഓക്കെ. പക്ഷേ ഇത്രയും സേഫ് ആണ് ആക്ച്വലി. നമുക്ക് വരുമ്പോഴത്തേക്കും 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞല്ലോ ഞാൻ. അത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറൊരു വെഹിക്കിൾസും കോമ്പറ്റീറ്ററിൽ വരുന്നില്ല. അത് തന്നെയാണ് 6 എയർ ബാഗ്സ് തന്നെയാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ, ഏറ്റവും ഹൈലൈറ്റ്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമല്ലോ, ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പം ബാക്കി ഡീറ്റെയിൽ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഒന്ന് നമുക്ക് ജസ്റ്റ് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല ഈ ഒരു വാഹനം, അപ്പോൾ ഒന്ന് ഓടിച്ചിട്ട് അറിഞ്ഞാലേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും. ഓക്കെ. എങ്ങനെ ഡ്രൈവിംഗ് എഫേർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഓടിച്ചാലേ കൂടുതൽ പറയാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം അല്ലേ. ഓക്കെ. ഇതിപ്പോൾ ഒരു എക്സ്ട്രാ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോകാൻ പോവാണ്. പുഷ് ബട്ടണാണ്, ഓട്ടോമാറ്റിക് വാഹനമാണല്ലോ. അതെ. AMT അല്ലേ? AMT ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് AC വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. ഓക്കെ. അത് നമുക്ക് ചെയ്യാൻ പറ്റും. മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? മാനുവലി നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇട്ട് വെച്ചേക്കാണ്. ഓക്കെ. നമുക്ക് ഡ്രൈവ് മോഡിലേക്ക് ഇടാം. AMT എന്തായിരുന്നു ഇതിൻ്റെ ഡ്രൈവ്? സ്മാർട്ട് ഓട്ടോ AMT. ഓക്കെ. അതാണ് ഡ്രൈവ് വരുന്നത്. ഇതിപ്പോൾ ഏതാ ഓപ്ഷൻ നമ്മുടെ കയ്യിലായി വാഹനം? ഇതിപ്പം SX ഓപ്ഷൻ കണക്ട് എന്ന് പറഞ്ഞ വരുന്നതാണ്. ഇതിന്റെ ഓട്ടോമാറ്റിക് വെർഷൻ ആണ്. ഓട്ടോമാറ്റിക്കൽ ഏറ്റവും ടോപ്പല്ലേ ഇത്? ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പല്ലേ. ഏറ്റവും ടോപ്പൻ അല്ലേ? കണക്ട് തന്നെയാണ്. ഓക്കെ. AMT ആണെങ്കിൽ കൂടെ സ്മൂത്ത് ആണല്ലേ? സ്മൂത്ത് ആണ്. അതാണ് നമ്മുടെ സ്മാർട്ട് ഓട്ടോ AMT-ലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് റിഫൈൻഡ് ആണ് കുറച്ചും കൂടെ. ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റിന്റെ കൂട്ടാൻ പറ്റില്ല. ഇത് തന്നെ ഇപ്പൊ അത്യാവശ്യം ഉണ്ട്. നമ്മൾ സാധാ ഒരു ഹാഷ് ബാക്കിൽ കയറിയിരിക്കുന്ന ഫീലിങ്സ് അല്ല എന്തായാലും. നമുക്കൊരു മൈക്രോ SUV സെഗ്മെന്റിൽ വരുന്നുണ്ട് തന്നെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ കമാൻഡിങ് വ്യൂ ആണ്. അതെ. ശരിക്കും നമുക്ക് ബോണറ്റ് ലെവലിൽ കാണാൻ പറ്റുന്നുണ്ട് ഇരിക്കുമ്പോൾ. ഇതിൽ പാഡൽ ഷിഫ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ സ്റ്റിയറിംഗിന്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാഡൽ ഷിഫ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട, നമ്മൾ ഏത് ലെഫ്റ്റ് ഓർ റൈറ്റ് പ്രസ് ചെയ്താൽ അത് മാനുവലി പാഡൽ ഷിഫ്റ്റിലേക്ക് പോകും. ഇപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പവർ ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഒന്ന് ഡൗൺ ചെയ്താൽ പവർ ശരിക്കും കിട്ടി. ഓ, കൊടുക്കുമ്പോൾ കയറുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ച് പാഡൽ ഷിഫ്റ്റ് നമ്മൾ ഇപ്പൊ പ്ലസ് ചെയ്താൽ ഗിയർ ടോപ്പിലേക്ക് മാറ്റുന്ന പോലെ തന്നെ നമുക്ക് മാനുവൽ എങ്ങനെ മാറ്റുന്നു അതേപോലെ തന്നെ ഒരു ഫീൽ കിട്ടും. റൈറ്റ് സൈഡ് അപ്പ് ഷിഫ്റ്റും ലെഫ്റ്റ് സൈഡ് അതെ ഡൗൺ ഷിഫ്റ്റും ആണ്. ഓക്കെ. വിചാരിച്ച സാധനമല്ല കേട്ടോ, നല്ല പവറാണ്. ഇതിപ്പോ ഇതെത്രയാ പറയുന്നത് സാറിന്? ഇങ്ങനത്തെ വണ്ടിക്കൊന്നും കോമണായിട്ട് ഇംഗ്ലീഷ് കയറില്ല, എന്നാലും 0 to 100 എത്ര പറയുന്നുണ്ട് ടൈം? അറിയോ? 0 to 100 ആക്ച്വലി നമുക്കൊരു 10 to 12 സെക്കൻഡ്സ് റേഞ്ച് മതി നമുക്ക്. 10 to 12 സെക്കൻഡ്സ് അല്ല? ഓക്കെ. നമ്മളൊന്ന് ഡൗൺ ചെയ്യാണ്. ഇതിൻ്റെ അത് ABS വിത്ത് EBD വരുന്നുണ്ട്, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റവും ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോഴ്സും വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ട്രാക്ഷൻ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് വരുന്നുണ്ട്. കുറച്ചും കൂടെ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റിയും കോർണർ എടുക്കുമ്പോഴേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ESC VSM എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സേഫ്റ്റി വൈസും പെർഫോമൻസ് വൈസും അടിപൊളിയാണ് സാധനം. അതെ. ഗ്ലോബൽ റേറ്റിംഗ് കൂടെ ഇതാക്കിയാണ്. അതെ. ശരിക്കും നമുക്കൊരു ഫുൾ SUV എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം തീർക്കണമെങ്കിൽ സത്യമായിട്ട് ഇത് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിന്റെ ടേണിംഗ് റേഡിയസ് എത്ര വരുന്നുണ്ട്? റേഡിയസ് കുറവാണ്. നമുക്ക് ആ ഒരു കോർണേഴ്സ് ഒക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. യു ടേൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിച്ചിട്ട് നമുക്ക് ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്.
സെറ്റ് ചെയ്ത് വെക്കാം അല്ലേ? ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ മീറ്ററിൽ തന്നെ ടയർ പ്രഷറും കാര്യങ്ങളെല്ലാം ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. എല്ലാം കിട്ടുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ എന്ന് വെച്ചാൽ ഒരു സ്പീഡ് ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആക്സലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന 35 കിലോമീറ്റർ സ്പീഡിന് മേളിലാണ് ക്രൂസ് സെറ്റ് ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് മൈനസ് നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബ്രേക്ക് എപ്പോൾ അപ്ലൈ ആവും, ബ്രേക്ക് എപ്പോഴാണോ അപ്ലൈ ചെയ്യണം അപ്പോഴത്തേക്ക് ഇത് കട്ട് ഓഫ് ആവും. പിന്നീട് രണ്ടാമത് നമ്മൾ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യണം. വൺസ് കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ 35 സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യും. ഓക്കെ. അത്ര സ്പീഡിൽ അതൊരു ഗുണമാണ് അല്ലേ? ഹൈവേയിൽ ക്രൂസിംഗ് സമയത്ത് നമുക്കിങ്ങനെ ആക്സലറേഷൻ കൊടുത്ത് നമ്മളിങ്ങനെ ചവിട്ടി പിടിക്കേണ്ട ആവശ്യമില്ല. അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങ് പോയിക്കോളും വണ്ടി. പിന്നെ ഹ്യുണ്ടായുടെ എന്താ പറയാ, ആ ഒരു ഫിനിഷിംഗ് എല്ലാം ഈ വണ്ടിക്ക് ഉണ്ട്. എല്ലാ മോഡൽസുള്ള ഫിനിഷിങ്, ഡാഷ്ബോർഡ് ആയിക്കോട്ടെ, സ്റ്റിയറിംഗ് ആയിക്കോട്ടെ, പ്രീമിയം ഫീൽ ഉണ്ട്. അതെ. ഈ ഒരു ടൈപ്പ് വരുന്നത് നിയോസിലാണല്ലേ? ഈ ഒരു ഡാഷ്ബോർഡിന്റെ ടൈപ്പ് വരുന്നത് നിയോസ് തൊട്ടിട്ട് നമുക്ക് ഗിയറിന്റെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഡിസ്പ്ലേയുള്ള ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് കാണിക്കും, പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് ടു എംടി കാണിക്കും, ആവറേജ് ഫ്യൂൽ എക്കണോമി കാണിക്കും, ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം കാണിക്കും, പിന്നെ നമുക്ക് ടാക്കോമീറ്റർ ഓഡോമീറ്റർ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിജിറ്റലാണ് ഫുള്ളും വരുന്നത്. നമ്മളോട് എന്തെങ്കിലും മറന്നുപോയാൽ തന്നെ മീറ്ററിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി അത് കാണിച്ചു തരും എന്താ ഉള്ളതെന്നല്ലേ. ഓടിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല സുഖമുണ്ട് ഡ്രൈവ് ചെയ്യാൻ. ഒരു ലോങ് ഡ്രൈവ് ഒക്കെ അടിപൊളിയായിരിക്കും തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഹൈ റേഞ്ച് ഒക്കെ പോകാനാണെങ്കിൽ നമുക്ക് ഇതിന് ഹിൽ അസിസ്റ്റ് കൺട്രോൾ വരുന്നുണ്ട്. കയറ്റത്തിൽ നിൽക്കുന്ന സമയത്ത് റോൾ ബാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി, പുറകോട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് സാറിന് പഴയ MT ആണെങ്കിൽ അത് വരുന്നില്ല, പുറകോട്ട് ഇറങ്ങി പോകുന്ന വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിലിപ്പോ അതും വരുന്നുണ്ടെന്ന് പറയുന്നു. നമുക്ക് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇൻബിൽറ്റ് നാവിഗേഷൻ വരുന്നുണ്ട് വെഹിക്കിളിനകത്ത്. ഓക്കെ. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയേർഡ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് നേരത്തെ നമ്മൾ ബ്ലൂ ലിങ്ക് എന്ന് പറഞ്ഞല്ലോ, ബ്ലൂ ലിങ്കിന്റെ അകത്ത് നമുക്ക് വെഹിക്കിൾ ട്രാക്കിംഗ് കൂടാതെ നമുക്ക് ഇതിനകത്ത് SOS എമർജൻസി ബട്ടൺ ഉണ്ട്. വെഹിക്കിളിനകത്തേക്ക് കോൾ വരും, കോൾ സെന്റർ. പിന്നെ ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസ് എടുക്കാം ഇവിടെ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്തിട്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ബ്ലൂ ലിങ്കിനകത്ത് അലേർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഡ്രൈവർ ഇപ്പൊ വെഹിക്കിൾ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് അലേർട്ട്, ജിയോ ഫെൻസ് അലേർട്ട്, ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് വെളിയിൽ വെഹിക്കിൾ പോയാൽ നമുക്ക് ഡ്രൈവർ നമ്മുടെ ഓണറുടെ ഫോണിലേക്ക് അലേർട്ട് മെസ്സേജസ് വരും. അങ്ങനെ അലേർട്ട് ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ബ്ലൂ ലിങ്കിൽ വരുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ഡാഷ് ക്യാം ഓട്ടോമാറ്റിക്കലി ഓൺ ആണോ? ഡാഷ് ക്യാം റെക്കോർഡിംഗ് ആണ്, തന്നെ റെക്കോർഡിംഗ് ആണ്. ഓക്കെ. നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ഇതിനകത്തൊരു മെമ്മറി കാർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത് കൂടാതെ നമ്മുടെ മൊബൈലിനകത്തൊരു മൈ ഹ്യുണ്ടായി ഡാഷ് ക്യാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ കൂടെ നമുക്ക് വിഷ്വൽസ് എടുക്കാവുന്നതാണ്. ഓക്കെ. മൊബൈലിലേക്ക് എടുക്കാം. നമുക്ക് വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നുണ്ട്. ചാർജിംഗ് പാഡ് ഉണ്ട്, അതേപോലെ തന്നെ USB ടൈപ്പ് ഉണ്ട്. നേരെ ഇത് വരുന്നുണ്ട്, C കേബിള്. നമുക്ക് ടേണിംഗ് റേഡിയസ് ഒന്ന് നോക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസ് ആണ് അല്ലേ? അതെ. നമ്മൾ ഈ പാഡിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ 5th മാറിക്കഴിഞ്ഞാൽ അത് നമ്മൾ ബ്രേക്ക് ഓട്ടുമ്പോൾ നമ്മൾ പിന്നെ ഡൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഡൗൺ ഷിഫ്റ്റ് വന്നോളും. ഓട്ടോമാറ്റിക്കലി ആവും. ഓക്കെ. അപ്പിലേക്ക് നമ്മൾ കൊടുത്തോളൂ. ഷിഫ്റ്റ് നമ്മൾ ചെയ്യണം. നമുക്ക് അത് കൂടാതെ പാഡ് ഷിഫ്റ്റ് കൂടാതെ നോർമൽ ഒരു ടിപ്ട്രോണിക് ഫംഗ്ഷൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് റൈറ്റിലേക്ക് പുള്ളി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും പ്ലസ് മൈനസ് ചെയ്യാം. ഓക്കെ. ഇത് നോർമൽ MT എല്ലാത്തിലും വരുന്നുണ്ട്. MT പാഡിൽ ഷിഫ്റ്റ് ഫസ്റ്റ് ഏത് വണ്ടി എക്സ്റ്റർലാ വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇതിൽ നമ്മളിതിപ്പോ മാനുവൽ ഡ്രൈവ് മോഡിലേക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കൊടുത്താൽ പ്ലസ്, ടോപ്പിലേക്ക് പോകുമ്പോൾ പ്ലസ് മൈനസ് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. MT ആയതുകൊണ്ട് പിന്നെ നിങ്ങൾ അധികം പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ടോർക്ക് കൺവെർട്ടർ അങ്ങനത്തെ ഒരു മൈലേജ് ഷോട്ട് എന്തായാലും MTക്ക് വരില്ല അല്ലേ? നല്ല എക്കണോമിക്കലാണ് വെഹിക്കിൾ, ഫ്യൂൽ എഫിഷ്യൻസി നല്ലോണം ഉണ്ട്. നമ്മളെന്തായാലും ഷോറൂമിൽ തിരിച്ചെത്തി കഴിഞ്ഞു. ഇതാണ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ. നല്ല വിസിബിലിറ്റി ആണ്. നമുക്ക് ധൈര്യമായിട്ട് മിറേഴ്സ് നോക്കാതെ തന്നെ കൂളായിട്ട് എടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. നമുക്ക് ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും സൺറൂഫ് നമ്മൾ നേരത്തെ പറഞ്ഞു. സൺറൂഫ് അതായത് 10,00,000 എത്രയായിരുന്നു പറഞ്ഞത് ടോപ്പ് എൻഡ്? ഇത് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കും 11,90,000. സോറി,
11,90,000 രൂപയ്ക്ക് ഇതാ വിത്ത് സൺറൂഫ്. നമുക്ക് ഒരു 10.5 ലക്ഷത്തിന്റെ വേരിയന്റ് തൊട്ടിട്ട് സൺറൂഫ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്. മാനുവൽ ആണെങ്കിൽ അതിലും താഴെ ഒരു 9.25 ലക്ഷത്തോടെ വേരിയന്റ് തൊട്ടിട്ട് നമുക്ക് സൺറൂഫ് വരും. സൺറൂഫ് ആണെന്നുണ്ടെങ്കിൽ വെറും 9,75,000 രൂപ മുടക്കിയാൽ സൺറൂഫ് ഉള്ള വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രൻ്റെ ഡീറ്റെയിൽ ഇതാണ്. ഓടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് സ്മൂത്താണ് വണ്ടി, ഡ്രൈവിംഗ് ആയാലും എല്ലാം കൊണ്ട് സ്മൂത്താണ് വണ്ടി. ഓക്കെ, MT ആണ് ഓടിച്ചത്. മാനുവൽ ഓടിക്കുമ്പോൾ കുറച്ചും കൂടി പവർ കിട്ടും തോന്നുന്നു അല്ലേ? MT-യേക്കാൾ കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും എന്തായാലും മാനുവൽ. ഇത് തന്നെ നമുക്ക് പവർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് ഡൗൺ ചെയ്ത് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചാൽ അത്രയും പവർ കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി നമ്മൾ കാണാനുള്ളത് 2 വാഹനങ്ങളുണ്ട് അല്ലേ? i20 ഉണ്ട്, അതേപോലെ തന്നെ നിയോസ് ഉണ്ട് അല്ലേ ഇനി കാണാനുള്ളത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നിയോസ് പരിചയപ്പെടാം. നിയോസൊക്കെ ഒരുപാട് കാലമായി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, നിയോസ് ആണ്. നിയോസിനെ പറ്റി നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇതിൽ ഓഫർ വരുന്നുണ്ട് അല്ലേ? നിയോസിൽ മൺസൂൺ ഓഫർ നടക്കുന്നുണ്ട്. ഓക്കെ, നിയോസിൻ്റെ ഏതൊക്കെ വേരിയൻസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൈസ് റേഞ്ച് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കൂടെയുള്ള നികിതയാണ്, ഞാൻ പേര് പറയാൻ മറന്നത്. നികിത എന്നല്ലേ? ഓക്കെ, നികിത. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് എറ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഓൺ റോഡ് വരുമ്പോഴേക്കും 7.18 വരും. ഓക്കെ, 7,18,000 രൂപ അല്ലേ? ഓക്കെ, എറയിൽ തന്നെ ബേസ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ഫീച്ചേഴ്സ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡ് ആണ്. പവർ വിൻഡോ കാര്യങ്ങളൊക്കെ പവർ വിൻഡോസ് വരും 2 ഡോർ ആയിരിക്കും. 2 ഡോർ ആയിരിക്കും അല്ലേ ബേസിൽ വരും. നെക്സ്റ്റ് വേരിയന്റ് വരുമ്പോഴേക്കായിരിക്കും നമുക്ക് 4 ഡോർ വരും. 4 ഡോറിലേക്ക് വരിക. ഓക്കെ, എറ, മാഗ്ന, സ്പോർട്സ്, ആസ്റ്റ. ഓക്കെ, ആസ്റ്റയിലേക്ക് വരുമ്പോൾ അലോയ്സും ആസ്റ്റയിലേക്ക് വരുമ്പോഴേക്ക് അപ്പിയറൻസ് വൈസ് ഡിഫറൻസ് വരും. നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാര്യങ്ങൾ വരും. ഓക്കെ, അതേപോലെ അലോയ് വീല് വരുന്നുണ്ട്, റിയർ ക്യാമറ വരുന്നുണ്ട്, 8 ഇഞ്ച് സ്ക്രീന്, അതേപോലെ ഡിഫോഗർ ലൈൻസ് കാര്യങ്ങൾ, വൈപ്പർ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, എയർ ബാഗ് എന്തായാലും ബേസ് മോഡൽ തന്നെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ടല്ലോ സ്റ്റാൻഡേർഡ് ആയിട്ട്. ടോപ്പിലേക്ക് വരുമ്പോൾ എത്ര ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്? ടോപ്പ് ഓട്ടോമാറ്റിക് വരുമ്പോഴേക്ക് നമുക്ക് 10.24 വരും. 10.24. ഈ പറയുന്ന പ്രൈസ് റേഞ്ച് അല്ല ഇവരുടെ ഓഫേഴ്സ് അല്ല, ഓഫേഴ്സ് വേറെയാണ്. ഈ സ്റ്റാൻഡേർഡ് പ്രൈസാണ് ഇപ്പോൾ പറഞ്ഞത്, ഓൺ റോഡ് പ്രൈസിലാണ് പറയുന്നത്. അപ്പോൾ ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 10,24,000 രൂപ. ഇത് ഓഫേഴ്സ് ഇല്ലാത്ത വിലയാണ്, ഓഫേഴ്സിൻ്റെ മേലിലാണ് വരുന്നത്. ഓക്കെ, ഇതിൽ കുറച്ചിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമുക്ക് പെട്രോൾ വരുമ്പോഴേക്കും 20.7 വരും. ഓക്കെ, പിന്നെ CNG ആകുമ്പോഴേക്കും 27 വരും. 27 അത് കമ്പനി പറയുന്ന മൈലേജ് അല്ലേ? കസ്റ്റമർ ഫീഡ്ബാക്കിൽ പെട്രോൾ മാനുവൽ ആണെങ്കിൽ ഒരു 16-17 ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, CNG ആകുമ്പോൾ ഏകദേശം അത്ര തന്നെ 25 മുകളിൽ കിട്ടുമായിരിക്കും. ഓക്കെ, ഓക്കെ. ഓട്ടോമാറ്റിക്കിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 കിലോമീറ്റർ മാനുവൽ എന്തായാലും കുറയാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 17 കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 14 ഓട്ടോമാറ്റിക്കലി 14-15 വരെയൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും ഈ ഒരു വാഹനത്തിൽ. അത്രയും സേഫ്റ്റി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ഹാച്ച് ബാക്ക് വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വാഹനത്തിനും മൺസൂർ ഓഫർ നടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഓഫറിൽ നിൽക്കുന്ന വാഹനമാണ് i20 ആണ് ഈ ഒരു വാഹനം. നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം രേഷ്മ സുരച്ച് കൂടെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ i20യുടെ വേരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. i20 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1.2 ലിറ്റർ എഞ്ചിനിൽ വരുന്ന വെഹിക്കിളാണ്. ഇതിന്റെ വേരിയൻസ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് മോഡൽ ഇറ എന്ന് പറയുന്ന മോഡലാണ്. സെക്കൻഡ് വേരിയന്റ് മാഗ്ന, ദെൻ സ്പോർട്സ് ഓപ്ഷൻ, ആസ്റ്റ ഓപ്ഷൻ, ഇങ്ങനെയാണ് ഇതിന്റെ വേരിയൻസ് പോകുന്നത്. ഇതിൽ CNG വരുന്നുണ്ടോ? i20യിൽ CNG വരുന്നില്ല. i20യിൽ CNG വരുന്നില്ല. ഓക്കെ, അപ്പോൾ 1.2 ലിറ്ററിൽ എത്ര മൈലേജ് എത്ര കമ്പനി പറയുന്നുണ്ട് ഏകദേശം? 1.2 ലിറ്റർ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ മൈലേജിനെ നോക്കാം. ഒന്ന് നമുക്ക് സിറ്റി ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു 15 ആണ് മൈലേജ് വരുന്നത്. ഹൈവേയിലേക്ക് പോകുന്ന സമയത്ത് അറൗണ്ട് ഒരു 3 പോയിന്റ് കൂടുതലായിരിക്കും, 18 വരെ മൈലേജ്. 18 വരെ ഹൈവേയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നേരെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുവാണെങ്കിൽ കുറച്ച് കുറയുമല്ലേ? ഓട്ടോമാറ്റിക് നമുക്ക് വരുന്നത് IVT ട്രാൻസ്മിഷൻ ആണ്, ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയും. നോർമലുള്ള ഒരു ഓട്ടോമാറ്റിക്കിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി തരുന്ന ട്രാൻസ്മിഷനാണ് IVT എന്ന് പറയുന്നത്. ആവറേജ് നമുക്കൊരു 17 കിലോമീറ്റർ വരെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ലോങ്ങിലല്ലേ അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. 1.2 ലിറ്ററിൽ വരുന്ന വാഹനമാണ്. ഇതിലും മറ്റേ നിങ്ങളുടെ ബ്ലൂ ലിങ്ക് കണക്ട് കാര്യങ്ങളൊക്കെ അല്ലേ? ബ്ലൂ ലിങ്ക് കണക്ഷൻ വരുന്നുണ്ട്. നമുക്കത് ടോപ്പ് എൻഡിലായിരിക്കും, അതായത് ആസ്റ്റ ഓപ്ഷൻ എന്ന് പറയുന്ന മോഡലിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാത്തിലും ബേസ്
ഫീച്ചേഴ്സിലടക്കം ഇത് വരുന്നില്ലേ, എയർ ബാഗ് 6 എയർ ബാഗ് നമുക്ക് സ്റ്റാൻഡർഡൈസ് ആണ്, എല്ലാത്തിലും 6 എയർ ബാഗ് തന്നെയാണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള വേരിയന്റിൽ വരുന്നില്ല. ഇതിന്റെ പ്രൈസ് റേഞ്ച് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തരും. 8.48 നമുക്ക് i20 സ്റ്റാർട്ട് ചെയ്യുന്നത്. 8,48,000 ബേസ് മോഡലിന് ഇറക്കാണ് അല്ലേ? ഓൺ റോഡ് പ്രൈസ് അല്ലേ പറയുന്നത്? ഓൺ റോഡ് പ്രൈസ് ആണ് പറയുന്നത്. ഓക്കെ. ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് എത്ര വരുന്നുണ്ട്? അറൗണ്ട് ഒരു 11.90 പ്രൈസിംഗ് വരും. അത് ഓട്ടോമാറ്റിക്കിനാണോ മാനുവൽ? ഇല്ല, മാനുവൽ ആണ്. മാനുവലിന് 11.90. ഓക്കെ. 11,90,000 ടോപ്പ് എൻഡ് മാനുവലിന്. ഇത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കൊരു 11.30 സ്റ്റാർട്ട് ചെയ്യും പ്രൈസിംഗ്. സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഓക്കെ. ടോപ്പ് എൻഡ് എത്രയുണ്ട് ഓട്ടോമാറ്റിക്? 12 lakh റേഞ്ച് വരും. 12 lakh വരെ ഓട്ടോമാറ്റിക്കലി പ്രൈസ് റേഞ്ച് വരുന്ന ഒരു വാഹനമാണ്. ഓൺ റോഡ് പ്രൈസാണ് ഈ പറഞ്ഞത് മൊത്തം. അപ്പോൾ ഇത് ഈ ഒരു പ്രൈസിനല്ല നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ മൺസൂൺ സ്കീമിലാണ് ഈ ഒരു വാഹനം ലഭിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ എത്ര കാലത്തേക്ക് ഈ ഒരു ടൈം ഓഫ് പീരീഡ് കൊടുത്തത് ഈ ഒരു മൺസൂൺ ഓഫർ? മൺസൂൺ ഓഫർ നമുക്ക് വരുന്നത്, നമ്മുടെ ഹ്യുണ്ടായുടെ സ്കീം വരുന്നതെന്ന് വെച്ചാൽ ഓരോ മന്തും ഡിഫറെൻ്റ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഈ മന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ചേഞ്ച് ആവാം. പക്ഷേ ഇപ്പം കറൻ്റ്ലി അറൗണ്ട് ഒരു 35,000 നമുക്ക് ഓഫർ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഈ മന്ത് ലാസ്റ്റ് വരെ ഇപ്പോൾ നിലവിൽ ഈ ഓഫർ നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ആവും, അല്ലെങ്കിൽ മാറി വരാം. കുറച്ചും കൂടെ കൂടുതലും ഡിസ്കൗണ്ട് വരാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ 3 വാഹനങ്ങൾ നമ്മളിന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം എടുക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് സൈഡ് കോർണറിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും പുതിയൊരു വാഹനം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ സ്കീമിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്, മറന്നുകൊണ്ട. അപ്പോൾ എല്ലാവർക്കും നന്ദി രശ്മ. താങ്ക് യു. ബൈ.